നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതിക്കിടെ നല്ല ഇടിവെട്ട് പണി തന്നെ ശ്രുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം ചന്ദ്രമതി കണ്ണിലെ കൃഷ്ണമണി പോലെ ശ്രുതിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു ദിവസമാണ് ശ്രുതിക്ക് മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു ഭാമ ഒരു പുതിയ ഏൽസ് ഒക്കെ ജപിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയെ വലിയ ആളും കളിച്ച് അത് സുധിയുടെ കയ്യെ കൊണ്ട് കെട്ടാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ സുധി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അതും കൊണ്ട് ചെല്ലുന്നത്. അപ്പോഴേക്ക് സുധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരെണ്ണം കയ്യിലുണ്ട്, ഇനി ഒരെണ്ണം കൂടെ വേണോ അമ്മേ? വേണോടാ മോനെ, ഇത് നീ കയ്യെ കെട്ട്, സമാധാനത്തോടെ നിനക്ക് നടക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയ ചന്ദ്രമതി കയ്യിലേക്ക് കെട്ടിക്കൊടുക്കണേ. സുധി പറഞ്ഞ അമ്മ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊരു നല്ല കാലം ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേടാ മോനെ. ഞാൻ മാത്രമല്ല, നിനക്ക് വേണ്ടിയിട്ട് ഭാമാന്റെയും കഷ്ടപ്പെടുന്നുണ്ട്. ഭാമയാണ് ഈ ഏൽസ് തന്നു വിട്ടേന്നൊക്കെ പറഞ്ഞു. ഒടുവില് സുധി അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു പോയി. ഈ സമയത്ത് രേവതി ഇങ്ങനെ ആലോചിച്ചു, വർഷയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവളുടെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവളെ താൻ വിളിച്ചിട്ട് പോലും തന്റെ സ്കൂട്ടിയുടെ പിന്നെ കയറാൻ അവൾ തയ്യാറായില്ല. ഒടുവില് രേവതി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്കൊന്നും ഓട്ടം ഉണ്ടായിരുന്നില്ല. പിന്നീട് സച്ചിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് രേവതി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതെ വഴിക്ക് വെച്ച് ഞാൻ വർഷയെ കണ്ടായിരുന്നു, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടേ. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു വെപ്രാളമൊക്കെ. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറയണമില്ല. എന്നോടെന്തോ ദേഷ്യപ്പെടുന്ന പോലെ സംസാരിച്ചിട്ട് അവൾ പോയത്. അപ്പൊ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെന്താന്ന് എനിക്ക് അറിയില്ല സച്ചിയേട്ടാ, ഞാൻ ചോദിച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ല. സാധാരണ അങ്ങനെയൊന്നും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആളല്ല വർഷ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ തുറന്നു പറയുന്ന. പക്ഷെ ഇപ്പൊ ഇത് മാത്രം അവൾ പറയാതിരിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തേലും കാരണം കാണും. അവൾക്ക് എന്തോ നല്ലൊരു വിഷമമുണ്ട് ഉള്ളില്. ആ വിഷമത്തിന്റെ കാരണം അറിഞ്ഞാലോ നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സച്ചി പറഞ്ഞു, ഇനിയിപ്പൊ ആരോട് ചോദിക്കാനായിട്ടാ? ആരുടെയും ചോദിച്ചാലേ അറിയത്തുള്ളൂ. അതിപ്പോ ശ്രീകാന്തിനോട് ചോദിച്ചപ്പോ അവൻ അറിയില്ല. പിന്നെ അറിയാവുന്ന ഒരേ ഒരാൾ വർഷയല്ലേ. അപ്പൊ വർഷയും പറയുന്നില്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും അവൾക്ക് പറയാൻ തോന്നുവാണെങ്കിൽ അവൾ പറയട്ടെ, അല്ലെങ്കിൽ ശ്രീകാന്ത് ആണെങ്കിലും പറയട്ടെ. അല്ല അതിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് രേവതി തന്റെ ജോലികളൊക്കെ തുടരുവാണ്. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഷോപ്പിലേക്ക് എന്നിട്ട് ശ്രുതിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് ജീവിതം തന്നെ തകർന്നുകൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ ശ്രുതിക്ക് ഷോപ്പിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് പോകുന്നു. നേരത്തെ തന്നെ പോരുവാണ് വീട്ടിലേക്ക്. ശ്രുതി നേരെ വീട്ടിലേക്ക് വന്ന് മുറിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പം ചന്ദ്രമതി ഓർത്തിട്ട് എന്താ ഇവ നേരത്തെ പോന്നേ? സാധാരണ അങ്ങനെയൊന്നും വരുന്നവനല്ല, പക്ഷെ ഇന്ന് നേരത്തെ വന്നിരിക്കുന്നു. ഒടുവില് ചന്ദ്രമതി മുറിയിലേക്ക് വന്നു. എന്താടാ മോനെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഒന്നുമില്ല. എടാ കാര്യം എന്താ വെച്ചാൽ പറ, നിനക്കിത് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. എന്തോ കാര്യമായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും ഇത്തിരി എടുക്കാന്ന് പറഞ്ഞു. എനിക്കിപ്പോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പൊ ശ്രുതിയാണ് വിളിക്കുന്നത്. എങ്ങനെയായി എന്തായി കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശ്രുതി വിളിക്കുന്ന. അപ്പൊ ഭാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏലസും കാര്യങ്ങളും കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഏലസ് പ്രവർത്തിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അതറിയാൻ വേണ്ടി ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പം ശ്രുതി വീട്ടിലാന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രുതിയാ വിളിക്കുന്നത്. ദൈവമേ, ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? അമ്മ ഇവിടെ ഉണ്ട് താനും. പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, ആരുടെ വിളിക്കണേ? അത് പിന്നെ അമ്മ ഒന്നുമല്ല, നീ ആ ഫോൺ ഇങ്ങോട്ട് ഞാൻ എടുക്കാന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ആ ഫോൺ അങ്ങോട്ട് വാങ്ങി. നോയിക്കഴിഞ്ഞപ്പോ അവളാ വിളിക്കുന്നത്. ശ്രുതി, ആഹാ ഇവളോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വിളിക്കരുതെന്ന്, കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് കോൾ എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, വേണ്ടമ്മേ കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. നീ അവിടെ മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ കോൾ എടുത്തിട്ട് ചന്ദ്ര ചോദിച്ചു, നിന്നോട് ആരടി പറഞ്ഞു എന്റെ മകന്റെ ഫോണിലേക്ക് വിളിക്കാനായിട്ട്? അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അതെ എന്റെ ഭർത്താവിന്റെ ഫോണിലേക്കാണ് ഞാൻ വിളിച്ചേ. നിന്റെ ഭർത്താവിന്റെ ഫോണ് നാണം ഉണ്ടോടി ഒരുമ്പട്ടോളെ വിളിക്കാനായിട്ട്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ മകനെ കാണുവോ അവനോട് സംസാരിക്കാനോ ശ്രമിക്കരുതെന്ന്? നിന്നെ വീട്ടിൽ നിന്നും കടയിൽ നിന്നും ഞാൻ അടിച്ചിറക്കിയതല്ലേ, പിന്നെ എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ടേക്ക് വിളിച്ചേ? മേലെ എന്റെ മകന്റെ ഫോണിലേക്ക് വിളിച്ചാണ്ടല്ലോ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഞാൻ വിളിക്കും, എന്റെ ഭർത്താവാണെങ്കിൽ ഞാൻ അവനെ വിളിക്കൂന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് വിളിച്ചു കാണട്ടെ, നിന്റെ കോൾ എടുത്തതല്ലേ, മേലാൽ ഇനി ഈ ഫോണിലേക്ക് വിളിച്ച് ശല്യം ചെയ്തേക്കല്ലേ. എന്റെ മകനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. നീ വഞ്ചകയാണ്, കള്ളത്തരം പറഞ്ഞ് ഈ വീട്ടിലേക്ക് കാല് കുത്തിയവളാണ്. നീയും അവനും തമ്മിലുള്ള ഡിവോഴ്സ് അധികം വൈകാൻ നടക്കും. നിനക്ക് ഡിവോഴ്സ് പേപ്പർ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും നിന്നോണം. നിന്റെ നിഴല് പോലും എന്റെ കൺവട്ടത്ത് കാണരുത്. നിന്നെ പോലൊരു വൃത്തികെട്ടവളെ എനിക്കിനി കണ്ണുമേലെ കാണാൻ ഇഷ്ടമില്ല.
അതുകൊണ്ട് എന്റെ കൺമുന്നിൽ പോലും വന്ന് പെടുകയും ചെയ്തേക്കല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോളം കൂടെ കട്ട് ചെയ്തു. അപ്പോഴേക്കും സുധി പറഞ്ഞു, അമ്മ എന്ത് പരിപാടിയാ കാണിച്ചതെന്ന് ചോദിച്ചു. എന്ത് അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞെന്ന്? അല്ല അമ്മ എന്തിനാ ശ്രുതിയോട് ദേഷ്യപ്പെട്ടെ? ഹോ, അവിടെയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇതിന് സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങുന്നേ. ഒന്നും നിർത്തുന്നുണ്ടായിരുന്നോ? അതെങ്ങനെയാ? തുടങ്ങിയാ പിന്നെ നിർത്തോ? മനുഷ്യനെ സമാധാനം കളയാനായിട്ട് ഓരോന്നൊക്കെ ഇറങ്ങിക്കോളും. ഒന്നിറങ്ങി പോയി തരാവാ എന്റെ മുറിയിന്ന്. സമാധാനം കളയാനായിട്ട് വന്നിരിക്കുന്നു. ആദ്യമായിട്ടാണ് ശ്രുതി ഇങ്ങനെ ചന്ദ്രയോട് പറയണേ. ഇന്ന് വരെ അമ്മയെന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കാത്തവനാ. എപ്പോഴും ചന്ദ്രമതി എടുത്തോണ്ട് നടക്കാൻ പറ്റിയ പ്രായമാണ്, തോളത്ത് വെച്ചോണ്ട് നടന്നേനം. അത് പറ്റാത്തോണ്ട് മാത്രം ശ്രുതിയെ വിട്ടിരിക്കുന്ന. അങ്ങനെ കൊണ്ടു നടന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ശ്രുതി തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രയുടെ അടപടലം. ചന്ദ്ര തകർന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, നീ എന്താടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്ന് ഇറങ്ങിപ്പോയി തരാവോന്ന്. ഏരസ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയില്ലോ. ചന്ദ്രയ്ക്ക് വല്ലാത്ത സങ്കടമായി. വേറെ ആര് പറഞ്ഞാലും ചന്ദ്രയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ ശ്രുതി പറഞ്ഞ ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഹാളിൽ പോയിരുന്ന് ചന്ദ്രമതി ഇങ്ങനെ കരയുവാണ്, കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുക. ആ കൃത്യസമയത്ത് സച്ചി അങ്ങോട്ട് വന്നു. സച്ചി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി കണ്ണൊക്കെ തുടങ്ങിയിരുന്നു. ഇതെന്തിനാ അമ്മ കണ്ണ് തുടയ്ക്കണേ? സാധാരണഗതി സബോളയൊക്കെ അരിയണ സമയത്താണല്ലോ അമ്മ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടുള്ളൂ. അല്ലാതെ അമ്മയുടെ കണ്ണ് നിറഞ്ഞ് ഇന്ന് വരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. എന്താ കാര്യം എന്നറിയില്ല. പെട്ടെന്ന് രേവതിയെ പോയി വിളിച്ചു. രേവതി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ? തെങ്ങ് നോക്ക്. എന്താ സച്ചേട്ടാ, അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്ന കണ്ടോ? അത് ശരിയാണല്ലോ, രേവതി ആദ്യമായിട്ട് കാണുന്ന. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് സച്ചിയും രേവതിയും കൂടെ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നു. ചന്ദ്രമതിയോട് സച്ചി ചോദിച്ചു, എന്താമ്മേ എന്ത് പറ്റി? അമ്മയുടെ കണ്ണ് എന്താ നിറഞ്ഞു ഒഴുകണേന്ന് ചോദിച്ചു. എന്തേലും പ്രശ്നമുണ്ടോ? അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഇന്നും കൂടെ കരയാൻ തുടങ്ങി. അമ്മ കാര്യം എന്താ വെച്ചാൽ പറ. അവനുണ്ടല്ലോ സുധി, അവനെ ഞാൻ അത്രയധികം സ്നേഹിച്ച. എന്നിട്ട് അവൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മ എങ്ങനെ പറഞ്ഞെന്നാ? അവനിപ്പം ഞാൻ അന്യായി. എന്നോട് മുറിയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പറഞ്ഞു. ഞാൻ കാരണം അവന്റെ ജീവിതം നശിച്ചെന്ന്. ഞാൻ കാരണം അവന്റെ ജീവിതം നശിച്ചേ. ഞാനാണ് അവന്റെ ജീവിതം നശിപ്പിച്ചേ. അവള് വന്നിട്ട് കള്ളത്തരം കാണിച്ച് അവന്റെ ജീവിതത്തിലേക്ക് കയറിയതല്ലേ. അതിനും കുറ്റപ്പെടുത്തലുകൾ എനിക്ക്. ഇന്നുവരെ അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവളെന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, സാരമില്ല പോട്ടെ. സുധിയുടെ അപ്പോഴത്തെ ദേഷ്യത്തിന് സുധി പറഞ്ഞായിരിക്കും. ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അമ്മ സമാധാനമായിട്ടിരിക്കും. എങ്ങനെ സമാധാനം ഉണ്ടാവാനാ? ഇന്നു വരെ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സുധി അങ്ങോട്ടേക്ക് വരുന്നേ. സുധി കണ്ടു ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ. സുധി വന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു, അമ്മേ അത് പിന്നെ അമ്മ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുവോ? അമ്മ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറഞ്ഞ എന്നോട് അങ്ങോട്ട് ക്ഷമിക്കാൻ പറഞ്ഞു. ക്ഷമിക്കണമല്ലേ? എടാ അവൾക്ക് വേണ്ടിയിട്ട് പെറ്റമ്മ നീ തള്ളി പറഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു, പെറ്റമ്മ. വീണ്ടും സുധിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. സുധി ഓരോന്ന് പറയാൻ തുടങ്ങി. സോറി പറയാൻ വന്നവനാണ്. വീണ്ടും സുധി ദേഷ്യപ്പെടും കാണുമ്പോൾ രേവതി സച്ചിയൊക്കെ അന്തം വിട്ട് പരസ്പരം നോക്കുവാണ്. ഇതൊന്നും ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളാ. ഇതെന്ത് പറ്റി? പുതിയ പുതിയ രീതികൾ ശീലങ്ങളൊക്കെ എന്താന്ന് മനസ്സിലായതുമില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.